മേലാർക്കോട് ഗ്രാമപഞ്ചായത്ത് 2025-26 വർഷത്തിൽ SSLC +2 പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. ചിറ്റിലഞ്ചേരി PKM UP സ്കൂളിൽ നടന്ന ചടങ്ങ് TM ശശി MLA ഉദ്ഘാടനം ചെയ്തു. SSLC +2 കഴിഞ്ഞ് പുതിയ മേഖലയിലേക്ക് തിരിയുന്ന നിങ്ങൾക്ക് പുതിയ കാലത്തിനനുസരിച്ച് കോഴ്സുകൾ എന്ന നിലയിൽ നിങ്ങളുടെ ഭാവി എന്ന നിലയിൽ അത്യാവശ്യം വിശദമായി സംസാരിക്കണമെന്നതുകൊണ്ടാണ് മുഖ്യ പ്രഭാഷകൻ എന്ന നിലയിൽ ഡോക്ടർ സരിനെ വരാമെന്ന് അദ്ദേഹമുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളുടെ പ്രസംഗത്തേക്ക് ഒന്നും മുതിരുന്നില്ല. ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ ഇവിടെ ദിശയുടെ കൺവീനർ സൂചിപ്പിക്കുകയുണ്ടായി. നമ്മുടെ മണ്ഡലം നമുക്കറിയാം, ആലത്തൂർ മണ്ഡലം 7 പഞ്ചായത്താണ്. 7 പഞ്ചായത്തിൽ ആലത്തൂർ സബ് ജില്ലയും കോയമ്പത്തൂർ സബ് ജില്ലയും കൂടി ചേരുന്നതാണ് നമ്മുടെ മണ്ഡലത്തിലെ 7 പഞ്ചായത്ത്. 7 പഞ്ചായത്തിലെ ഒരു വിജയ ശതമാനം എന്ന് പറയുന്നത് 10 വർഷം മുമ്പ് ഈ നിലയിലായിരുന്നില്ല. നമ്മുടെ സംസ്ഥാനത്തിന്റെ പൊതുവായ വിജയ ശതമാനം വരുമ്പോ ആ ശതമാനത്തിന്റെ കണക്കിൽ ആലത്തൂർ മണ്ഡലം ഉണ്ടായിരുന്നില്ല. ജില്ലയുടെ ശതമാനം നോക്കുമ്പോഴും ആ കണക്കിൽ ആലത്തൂർ മണ്ഡലം ഇല്ല. അതുകൊണ്ടാണ് ആലത്തൂർ മണ്ഡലത്തിലെ വിജയ ശതമാനം ഉയർത്തുക, കുട്ടികളുടെ പഠന നിലവാരം മെച്ചപ്പെടുത്തുക, സ്കൂളുകളുടെ മികവ് മെച്ചപ്പെടുത്തുക, ഈ കാര്യങ്ങൾ ലക്ഷ്യം വെച്ചാണ് അന്ന് ആലത്തൂർ MLAയുടെ നേതൃത്വത്തിൽ രക്ഷിതാക്കളും സ്കൂളിലെ മാനേജ്മെന്റും PTA-യും കുട്ടികളും എല്ലാം കൂടി ചേർന്നതാണ് ദിശ പദ്ധതി എന്ന നിലയിൽ ആരംഭിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. അടുത്തത് GHS കുഴൽമന്നം, അടുത്തത് GHS തേങ്കുറിശി. മുൻ MLA KD പ്രസേനൻ മുഖ്യാതിഥിയായി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിജുകുമാർ അധ്യക്ഷത വഹിച്ചു. അധ്യാപകൻ ജോൺസൺ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ UP രസ്ന, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ UP രഹ്ന, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജ്യോതി കൃഷ്ണൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സജിത്, രാജേന്ദ്രൻ, ജിഷമോൾ എന്നിവർ സംസാരിച്ചു. UTV ന്യൂസ്, പാലക്കാട്.